കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിൽ ഒരു റീത്ത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയൂട്ടിന്റെ തളിപ്പറമ്പിലെ വീട്ടിലാണ് റീത്ത് വെച്ചത്. ഇന്നലെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് SFI DYFI സംഘർഷമുണ്ടായിരുന്നു. റീത്ത് വെച്ചതിന് പിന്നിൽ DYFI ആണെന്നാണ് ആരോപണം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന, ഇതെന്താണ് റീത്തൊക്കെ വയ്ക്കുന്നത്? സാധാരണ ഇത് പുഷ്പചക്രമായിട്ട് വെച്ചതാണോ അതോ റീത്തായിട്ട് തന്നെ കൊടുത്തതാണോ? ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കണം എന്നതാണോ ഈ റീത്ത് വെച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അരുൺ, അങ്ങനെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ റീത്ത് വെച്ചത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കണ്ടെത്തലിലേക്കൊന്നും പോലീസ് എത്തിയിട്ടില്ല. ഇന്നലെ കണ്ണൂർ ടൗണിൽ യൂത്ത് കോൺഗ്രസ് SFI DYFI പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അരുൺകുമാർ. അത് ഫ്ലക്സ് കീറിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നാലെ ഇരുവിഭാഗം പ്രവർത്തകരും പ്രതിഷേധം നടത്തി. അതിനിടയിൽ ചെറിയ സംഘർഷമൊക്കെ ഈ പ്രവർത്തകർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ ഈ പ്രകടനത്തിലൊക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ വെച്ചിയോട്ട് പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെയാണ് വീട്ടിന് മുന്നിൽ റീത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇത് ഈ ഒരു പ്രകടനത്തിന്റെ വൈരാഗ്യം എന്ന നിലയിൽ കൊണ്ടുവച്ചതാണ് എന്നുള്ള ഒരു ആരോപണത്തിലേക്കാണ് നിലവിൽ ഏതായാലും യൂത്ത് കോൺഗ്രസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അരുൺകുമാർ, ആ റീത്ത് കാണാം, പക്ഷേ ആ റീത്ത് വൃത്തിയുള്ള ഒരു റീത്തും അല്ല. RIP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില കാടും പടലും തോടും ഒക്കെ വെച്ചിട്ടുള്ള ഒരു റീത്താണ്. വൃത്തിയുള്ളൊരു പുഷ്പചക്രം പോലുമല്ല. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഏത് കാലത്താണപ്പാ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ, അവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. വീടിന് മുന്നിൽ റീത്ത് വെച്ചിരിക്കുന്നു. എന്താല്ലേ, സാധാരണ മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരത്തിന് തൊട്ട് മുമ്പായിട്ടാണ് റീത്തൊക്കെ വയ്ക്കുന്ന ഒരു രീതിയൊക്കെ ഉള്ളത്. അപ്പോൾ റീത്തും ഒരു രാഷ്ട്രീയ പ്രതീകമായി മാറി.